ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞങ്ങൾ 3 പേരും കൂടി ബീച്ചിലേക്ക് പോവാണ്. ആക്ച്വലി ഇവളെ മാരേജ് ആണ്, അപ്പോൾ അതിന് മുന്നേ 2 ദിവസം വീട്ടിലേക്ക് നിൽക്കാൻ വന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ അടുത്ത് ബീച്ചാണല്ലോ, അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നേരത്തെ ഇറങ്ങണം എന്നൊക്കെ കേട്ടോ പ്ലാൻ ഇട്ട്, പക്ഷെ മാറ്റി ഒരുങ്ങിയപ്പോഴത്തേനും നേരെ വൈകിപ്പോയി. അത് മാത്രമല്ല ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്തുമ്പോഴത്തേനും നന്നായിട്ട് നേരെ വൈകിണ്ടായിരുന്നു. പിന്നെ എന്തായാലും വേണ്ടില്ല, ഇവിടെ അടുത്തല്ലേ, ഒരു ബസ് കയറി എത്താനുള്ള പാകത്തിലല്ലേ വിചാരിച്ചതുകൊണ്ടാണ്. പിന്നെ അത്ര വലിയ സീനില്ല. നമ്മുടെ മെയിൻ പാലട്ടത് സംഭവം ഇത് നടക്കാനുള്ള വീതിയേ ഉള്ളൂ. അടിപൊളിയാണ്, വൈകുന്നേരം നല്ല ഭംഗിയാണ്. പാലത്തിന് കുറേ പേര് ഇവിടെ നിന്നാണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം. ഇവിടെ നിന്നുണ്ടാകുന്ന സൺലൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് സ്ലോലി തന്നെ കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങളുടെ ബസ് കയറി. എടുത്തതൊന്നും പറയാൻ പറ്റും കേട്ടോ, അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ദൂരം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും ഗൈസ് ബീച്ചിലെത്തി. ബീച്ച് എന്നത്തെ പോലെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നതെന്ന് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇതത്ര സ്കൈ ഒന്നും വലിയ ഭംഗിയില്ലായിരുന്നു, പക്ഷെ നല്ല സൺലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. പോയ ഉടനെ നമ്മളൊരു ബോട്ടാട്ടോ കണ്ടത്. പിന്നെ ആ ബോട്ടിൽ നമ്മൾ വെറുതെ വിട്ടില്ല, നമ്മൾ മാക്സിമം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അതിന് ഊറ്റിയിട്ടാട്ടോ വിട്ടത്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു വീഡിയോസൊക്കെ കാണാൻ വേണ്ടി. എനിക്ക് എന്തായാലും കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടും ഞാൻ അങ്ങനെ ഇങ്ങനെ ഷോർട്സൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ഗൈസ് മിഫ ടപ്പേ എന്ന് പറഞ്ഞു വെക്കുന്നു. ഒന്നും പറയില്ല ഗൈസ്, ഫുൾ കോമഡി. നിങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ട് അവിടുന്ന്. അവസാനം മിഫിനോട് റിവെഞ്ച് എടുക്കാൻ പറഞ്ഞു. മിഫാൻ്റെ സാരില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. മിഫ വീണ സമയത്ത് അവിടെ ആരുമില്ലായിരുന്നു. അപ്പോൾ വലിയ സീനില്ലായിട്ട് മിഫ നൈസായിട്ട് കേസിലായിരുന്നു വേണമെങ്കിൽ പറയാം. ബീച്ചിലെത്തിയ മെയിനായിട്ടുള്ള കലാപരിപാടി നിന്നാൽ എന്തെങ്കിലും വാങ്ങി കഴിക്കുക എന്നുള്ളതല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കിയിട്ട് ലാസ്റ്റ് മിഫ പറഞ്ഞു എല്ലാം കൂടി വാങ്ങാൻ തോന്നുന്നതെന്നാണ്. എന്തായാലും ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഇപ്പോൾ തൽക്കാലം വാങ്ങാൻ. അങ്ങനെ മിഫ മാംഗോ, മുത്ത് മാംഗോ ആണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ പൈനാപ്പിളാണ് ഗൈസ് എടുത്തത്. എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മാംഗോ ഇഷ്ടമല്ല, നല്ല കേട്ടോ ഗൈസ്. പൈനാപ്പിൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ പൈനാപ്പിൾ വാങ്ങി. പൈനാപ്പിൾ അടിപൊളി ഉണ്ടായിരുന്നു, രണ്ടും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അടുത്തത് നമ്മൾ ഗൂഗിൾ പേ ചെയ്യണോ ക്യാഷ് കയ്യിൽ കൊടുക്കണോ എന്നുള്ള ഡൗട്ടായിരുന്നു. അങ്ങനെ ഞാൻ മിഫിനോട് പറഞ്ഞു മിഫ ഗൂഗിൾ പേ ചെയ്യുന്നത്. പക്ഷേ മിഫ ഗൂഗിൾ പേ എത്ര ആയിട്ടും അവിടെ റേഞ്ച് ഇല്ലാത്ത സീനാണ്, നല്ല വർക്കാകുന്നില്ല. അവസാനം മിഫിനോട് പറഞ്ഞു നമ്മളെ ക്യാഷ് എടുത്ത് കൊടുത്തോ, ഗൂഗിൾ പേ വർക്കാകുന്നില്ല എന്ന്. അങ്ങനെ ഗൈസ് മിഫ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് ഗൈസ് ഒന്നും പറയാനില്ല, പൈനാപ്പിൾ അടിപൊളിയായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷൻ ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന നേരത്തെ. അങ്ങനെ മുത്തുവിന് പൈനാപ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഗൈസ് ആ ഒരു കടിയും വലിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ മണ്ണിലേക്ക് തന്നെ ഇറങ്ങി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത്യാവശ്യം ഇരുട്ടായിക്കുന്നത് നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും. പിന്നെ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ അവിടെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മിഫനോട് പറഞ്ഞു മിഫ ഞാൻ കുറച്ച് കടലിൽ കളിക്കാം, എന്തായാലും എനിക്ക് കുറച്ച് ഷോർട്സിന് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുക്കാണ്ട്. അങ്ങനെ മിഫ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു തന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, വീഡിയോസ് ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത്യാവശ്യം ഓളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം അവൾ എടുത്തേക്ക് തന്നിട്ടുണ്ട്. എന്നാലും അപ്പോഴത്തേക്കും ബീച്ച് അത്യാവശ്യം ഇരുണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭംഗി പോയിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ആദ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്ന അത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഗൈസ് പോവുകയാണ്. ആ പോകുന്ന വഴിക്കാണ് മിഫ പോപ്കോണിൻ്റെ സെക്ഷൻ കണ്ടത്. പോപ്കോണിൻ്റെ സെക്ഷൻ എത്തിയപ്പോഴത്തേക്കും മിഫക്ക് അവിടെ ഒരു വലിവ് എന്നാലേല് വാങ്ങാമെന്ന്. അപ്പോഴും ഗൂഗിൾ പേൻ്റെ ഒരു കുഞ്ഞു ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്തായാലും അതവൾ ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ട് പൈസ അയച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് നടക്കാണ്ട് കേട്ടോ ബസ്സിൻ്റെ ആ സൈഡിലേക്ക്. അങ്ങനെ നടന്നു. അപ്പോഴത്തേക്കും നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ടാറ്റാ ബൈ.